Good morning, students. Welcome to our social science class. And last class we have discussed the fascism in Italy. Fascism in Italy. And the Mussolini was the leader of this fascism. Today we are going to discuss first of all the Nazism in Germany. Nazism in Germany, and the leader of Nazism was Hitler, Adolf Hitler, and there is no difference between this fascism and Nazism. Nazism is the German version of fascism. ഇറ്റലിയിൽ ഫാസിസം എന്താണോ അത് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ്, അതേ വേർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ജർമ്മനിയിൽ നാസിസം എന്ന് പറഞ്ഞാൽ. വലിയ വ്യത്യാസമൊന്നുമില്ല. അധികാരത്തിലെത്തിയതും അതുപോലെയൊക്കെ തന്നെയാണ്. ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ഹിറ്റ്ലർ ടു ഗ്രാബ് പവർ ഇൻ ജർമ്മനി? ദീസ് ആർ ദി ഫാക്ടേഴ്സ്. The Treaty of Versailles imposed by the victorious allies on Germany after the First World War, and we know that as a part of the peace efforts, a number of treaties were signed in between the winning and the defeating alliance, and among these treaties, Versailles Treaty was one of the important treaty, and according to this treaty, Germany lost its all എല്ലാം നഷ്ടപ്പെട്ടു ജർമ്മനിക്ക്. അതാണ് വൺ ഓഫ് ദി ഫാക്ടർ വിച്ച് ഹെൽപ്ഡ് ഹിറ്റ്ലർ ടു ഗ്രാബ് പവർ ഇൻ ജർമ്മനി. The Treaty of Versailles imposed by the victorious alliance on Germany after the First World War. ഒന്നാം ലോകമയുദ്ധത്തിന് ശേഷം വിക്ടോറിയസ് അലയൻസ് ജർമ്മനിയുടെ മുകളിൽ നടപ്പാക്കിയ ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ട്രീറ്റിയാണ് ഒരു ഫാക്ടർ. Then economic destruction and inflation. As a part of the after First World War, economic destruction in Germany as a part of all these treaties and as a part of the World War, and inflation. വിലക്കയറ്റം, അതുപോലെ ഈ പറയുന്ന നാണ്യപ്പെരുപ്പം, and failure of German government after First World War, the complete failure, ജർമ്മനിക്കെല്ലാം നഷ്ടപ്പെട്ടു. Failure of the existing government and the resultant political uncertainty, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത, അതും ഈ പറയുന്ന ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിൽ എത്തിക്കാൻ സഹായിച്ചു. ഇനി എന്തൊക്കെയാണ് അവരുടെ പോളിസികൾ, ഈ ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ പോളിസികൾ? അത് ഇറ്റലിയിൽ ഈ പറയുന്ന ഫാസിസ്റ്റുകളുടെ പോളിസികൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ തന്നെയാണ് ജർമ്മനിയിലെ ഈ നാസികളുടെ അല്ലെങ്കിൽ നാസിസ്റ്റുകളുടെ പോളിസിയും. With his oratory skills and organizational abilities, Hitler easily succeeded in gaining popular support. Hitler gained popular support through his oratory skills and organizational abilities. വലിയ പ്രാസംഗികൻ, അല്ലെങ്കിൽ ആരെയും പിടിച്ച് ഇരുത്തുന്ന, ആരെയും വശത്താക്കുന്ന ഒരു പ്രസംഗ കലയുടെ അധിപനായിരുന്നു ഹിറ്റ്ലർ, ഒറേറ്ററി സ്കിൽസ്, വാക്ചാതുര്യമുള്ള ഒരു പ്രാസംഗികനായിരുന്നു ഹിറ്റ്ലർ. ആൻഡ് ഓൾസോ ദി ഓർഗനൈസേഷണൽ എബിലിറ്റീസ്, എല്ലാവരും ഒരുമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സംഘടിപ്പിക്കാനുള്ള സംഘടനാ പാഠവുമുള്ള വലിയ ഒരു കഴിവുള്ള നേതാവായിരുന്നു ഹിറ്റ്ലർ, അദ്ദേഹത്തിന് ആ കഴിവാണ് അദ്ദേഹത്തെ നാസി പാർട്ടികളുടെ നേതാവായി നാസികൾ ഈ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ചത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ജർമ്മനിയിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജനങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, അതൊക്കെ അവരുടെ പോളിസികളുടെ ഭാഗമായിട്ട്. നമ്മൾ ഫാസിസ്റ്റുകളുടെ പോളിസി പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു, അതൊക്കെ തന്നെയാണ് നാസികളുടെയും ക്യാരക്ടറിസ്റ്റിക്സ്. Hitler dismissed the government and captured power. Hitler dismissed the existing government and captured the power of Germany. Socialists, communists, Jews and Democrats were the enemies of these Nazis, and they were executed. All these സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ജൂതന്മാരും അതുപോലെ ജനാധിപത്യവാദികളും ഒക്കെ ഈ പറയുന്ന ഹിറ്റ്ലർ എക്സിക്യൂട്ട് ചെയ്തു. ഹിറ്റ്ലർ ഹെൽഡ് ദി ജ്യൂസ്
responsible for the Germany's ruins in humiliation. അല്ലേ, ഹിറ്റ്ലർ പറഞ്ഞത് ജൂതന്മാർ, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റേസിസം ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ വംശീയതയായിരുന്നു അവരുടെ. അപ്പോൾ ഈ ജൂതന്മാരാണ് അവരുടെ പരാജയത്തിൽ, ജർമ്മനിയുടെ പരാജയത്തിന് കാരണം എന്നാണ് ഹിറ്റ്ലർ വിശ്വസിച്ചത്. ആൻഡ് ജൂസ് വേർ മൊസാക്ഡ് en masse in specially built concentration ക്യാമ്പ്സ്. സോ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ധാരാളം ജൂതന്മാരെ അവർ എന്ത് ചെയ്തു, കൂട്ടത്തോടെ കൊന്നൊടുക്കി കളഞ്ഞു ഹിറ്റ്ലർ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഹോളോകാസ്റ്റ്. എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് നെയ്മഡ് ഗെസ്റ്റപ്പോ വേർ ഇൻ ചാർജ് ഓഫ് അസാൾട്ടിങ് ആൻഡ് മസാക്രിങ് ദി ജൂസ്. ജൂതന്മാരെ കൊന്നൊടുക്കാനും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനൊക്കെ പിന്നെ ജർമ്മനിയിൽ ഈ പറയുന്ന ഹിറ്റ്ലർ ഫോം ചെയ്ത ഒരു മിലിറ്ററി ട്രൂപ്പായിരുന്നു ഗെസ്റ്റപ്പോ. ആൻഡ് ഓൾസോ ഹിസ് മിലിറ്ററി ഫോഴ്സ് വാസ് ബ്രൗൺ ഷർട്ട്സ് ലൈക്ക് ബ്ലാക്ക് ഷർട്ട്സ് ഓഫ് മുസോളിനിയുടെ ഈ പറഞ്ഞ മിലിറ്ററി ഫോഴ്സ് ആയിരുന്നു ബ്ലാക്ക് ഷർട്ട്സ്. ഹിയർ ഇൻ ജർമ്മനി നാസിസ്റ്റുകളുടെ മിലിറ്ററി ഫോഴ്സ് ആയിരുന്നു ബ്രൗൺ ഷർട്ട്സ്. ഏതാ ഈ പറയുന്ന മിലിറ്ററി ഫോഴ്സ്. ആൻഡ് Hitler projected the purity of the Aryan race and argued that Aryans should rule the world. അല്ലേ, ജർമ്മൻകാരൊക്കെ ആര്യൻസ് ആണെന്നും ആര്യൻ പിന്നെ റേസിസത്തെ ഉയർത്തിപ്പിടിച്ചു ഈ ഹിറ്റ്ലർ. ആര്യൻസ് ആണ് ലോകം ഭരിക്കേണ്ടത് എന്ന് ഹിറ്റ്ലർ അവകാശപ്പെട്ടു. അപ്പോൾ ആ ഒരു വംശീയത, ആര്യൻസ് എന്ന ഒരു വംശീയതയിലാണ് നാസിസം മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ഹിറ്റ്ലർ ആര്യൻസിന് വേണ്ടി വാദിക്കുന്ന, ആര്യൻ റേസിന് വേണ്ടി വാദിക്കുന്ന one of the leader. And he defied the Aryans ancestry and of the Germans. All other political parties except the Nazi party were banned. Trade unions also banned by Hitler. All the political parties banned by Hitler in Germany except നാസി പാർട്ടി. നാസി ഒറ്റ പാർട്ടി, അത് വാസ് നാസി പാർട്ടി. ആ നാസി പാർട്ടി അല്ലാത്ത എല്ലാ പാർട്ടികളും ബാൻ ചെയ്തു. ആൻഡ് ഓൾസോ ട്രേഡ് യൂണിയൻസ് ഓൾസോ ബാൻഡ് ബൈ ഹിറ്റ്ലർ ഇൻ ജർമ്മനി. എന്ന് വെച്ചാൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഭരണമായിരുന്നു ഹിറ്റ്ലറുടെ ഭരണം. ഒരു ലോകത്തിന് മാതൃകയായ ഒരു ഭരണകൂടമൊന്നും ആയിരുന്നില്ല ഹിറ്റ്ലറുടെ ഭരണകൂടം. മറിച്ച് നിരപരാധികളായ കമ്മ്യൂണിസ്റ്റുകളായാലും ജൂതന്മാരാണെങ്കിലും അല്ലെങ്കിൽ ജനാധിപത്യവാദികൾ അല്ലെ, ഡെമോക്രാറ്റ്സുകൾ, അതുപോലെ സോഷ്യലിസ്റ്റുകൾ, ഇവരൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയും തൻ്റെ പാർട്ടിയും തൻ്റെ അനുയായികളും താൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന അനുയായികളുമുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയാണ് ഹിറ്റ്ലർ ശ്രമിച്ചത് ജർമ്മനിയിൽ. ആൻഡ് മിലിറ്ററി സർവീസസ് വാസ് മെയ്ഡ് കമ്പൽസറി. നിർബന്ധമായിട്ട് മിലിറ്ററി സർവീസ് ജനങ്ങൾ ചെയ്യണം അല്ലേ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഹിറ്റ്ലർ. ആൻഡ് ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച് അമംഗ് ദി ജർമൻസ് അഗെയിൻസ്റ്റ് ദി ടേംസ് ഓഫ് ദി ട്രീറ്റി ഓഫ് വേഴ്സൽസ്. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഒരു പിന്നെ ചിന്താഗതി ആ ജർമ്മനിയിലെ ആളുകളിൽ അദ്ദേഹം ഇൻജക്റ്റ് ചെയ്തു. എന്താണ് ആ ഒരു ചിന്താഗതി? തങ്ങളുടെ മുകളിൽ ഈ വേഴ്സൽസ് ട്രീറ്റിയിലൂടെ തങ്ങൾക്ക് ഏൽപ്പിച്ച ഭാരം, ആ ഭാരത്തിനെ ചെറുത്തു അല്ലെങ്കിൽ ആ ഭാരത്തിന് ഒരു എതിർപ്പ് മറ്റുള്ള ജനങ്ങളിൽ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. അതായിരുന്നു ഈ പറഞ്ഞ ഹിറ്റ്ലർ ശ്രമിച്ചു. ഇൻസൈറ്റഡ് സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്, ഒരു പ്രതികാരം ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് ജനങ്ങളുടെ ഇടയിൽ ഇൻജക്റ്റ് ചെയ്തു ഹിറ്റ്ലർ. അഗൈൻസ്റ്റ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. And he used to propagate his ideas. He used newspapers, radio, cinema and education system to propagate his ideologies or the ideology of Nazism. And taking advantage of the feeling of the revenge among Germans, Hitler adopted an aggressive foreign policy. അതിൻ്റെ ഒരു ആനുകൂല്യം മുതലെടുക്കാൻ വേണ്ടി ഹിറ്റ്ലർ അഡോപ്റ്റഡ് അഗ്രസീവ് ഫോറിൻ പോളിസി. ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിദേശ നയം അദ്ദേഹം ഈ ഹിറ്റ്ലർ രൂപീകരിച്ചു. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ജർമ്മനി ഫോംഡ് അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. അല്ലേ, അടുത്ത പ്രദേശങ്ങളൊക്കെ കീഴടക്കാൻ തുടങ്ങി. ചെക്കോസ്ലോവാക്യ പോലെയുള്ള അല്ലെങ്കിൽ ഓസ്ട്രിയ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കി. ജർമ്മനി അവസാനം എന്ത് ചെയ്യുന്നു, ഒരു അലയൻസ് ഫോം ചെയ്തു വിത്ത് ദി സപ്പോർട്ട് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. ആൻഡ് ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ ദി അതർ കൺട്രീസ്. ആൻഡ് ദിസ് അലയൻസ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. In fact, or in short, this led to the outbreak of another. In short, fascism and Nazism led to the outbreak of another world war after First World War. ചുരുക്കി പറഞ്ഞാൽ
ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇറ്റലിയിലും ജർമ്മനിയിലും നിലവിൽ വന്ന ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും, ഇറ്റലിയിൽ ഫാസിസം അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മുസോളിനി, ജർമ്മനിയിൽ നാസിസം അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ ലെഡ് ടു ദി ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വാർ, ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ആണ് ഈ രണ്ട് കക്ഷികളുടെയും ഭരണകൂടങ്ങൾ നയിച്ചത്. ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ ആഫ്റ്റർ 20 years of First World War, the end of First World War, the world witnessed another war, which was Second World War, and the period of Second World War was in between 1939 to 1945. After ending the First World War in the year 1918, First World War in between 1914 to 1918, and the Second World War started in the year 1939 and which ended in the year 1945, and all the activities of the Hitler and Mussolini led to the Second World War. Following the peace treaty at Paris in the year 1919, the victorious nations shared the colonies of defeated nations. Neither Germany or Italy had any colonies or markets. അതൊക്കെ ഒരു വലിയ ഫാക്ടറാണ് അല്ലേ. എന്ന് വെച്ചാൽ പിന്നെ ഇറ്റലിക്കും വിന്നിങ് അലയൻസായ ജർമ്മനിക്കും ഒന്നുമില്ല, ഡിഫീറ്റിംഗ് അലയൻസായ ജർമ്മനിക്കും വിന്നിങ് അലയൻസായ ഇറ്റലിക്ക് ഒരു കോളനിയോ മാർക്കറ്റോ ഒന്നും ലോകത്ത് കിട്ടിയില്ല. മാത്രമല്ല ജർമ്മനി ഡിഫീറ്റിംഗ് അലയൻസാണ് അല്ലേ, അലയൻസിൽപ്പെട്ട രാജ്യം, അവർക്കും ഉണ്ട്. ഫോർ എൻഹാൻസിങ് ദെയർ പൊളിറ്റിക്കൽ എന്നുവെച്ചാൽ ഈ ഇറ്റലിയിലും ജർമ്മനിയിലുമാണ് ഈ ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും ഭരണത്തിലുള്ളത് അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഫോർ എൻഹാൻസിങ് ദെയർ പൊളിറ്റിക്കൽ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻ ടു കോൺകർ കോളനീസ് ആൻഡ് അറ്റാക്ക് വീക്ക് നാഷൻസ്. In an effort to extend this policy of aggression, Italy and Germany along with Japan formed an alliance called Axis Powers. And countering this Axis powers, Britain, France and China formed allied powers. Like in the First World War, we know that the Triple Alliance and Triple Entente pole. After the First World War, ഈ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജർമ്മനിയുടെയും പിന്നെ ഈ പറയുന്ന ഇറ്റലിയുടെയും ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു അലയൻസ് ഫോം ചെയ്യുകയും ആ അലയൻസ് ആക്സിസ് പവേഴ്സ് എന്ന് അറിയപ്പെടുന്നു, അച്ചുതണ്ട് ശക്തികൾ ആക്സിസ് പവേഴ്സ് എന്ന് അറിയപ്പെടുകയും ആ ആക്സിസ് പവേഴ്സിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ലോകത്ത് ഒരു മറുചേരി ഫോം ചെയ്യുന്നു. അതാണ് അലൈഡ് പവേഴ്സ്. ആരൊക്കെയായിരുന്നു അലൈഡ് പവേഴ്സ്? പ്രധാനമായിട്ടും ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഈ രാജ്യങ്ങളാണ് അലൈഡ് പവേഴ്സിൽ ഉണ്ടായിരുന്നത്. കൗണ്ടറിങ് ദി ആക്സിസ് പവേഴ്സ് ആൻഡ് അനദർ അലയൻസ് വാസ് ഫോംഡ്, ദാറ്റ് വാസ് അലൈഡ് പവേഴ്സ്. ദി കൺട്രീസ് ഇൻക്ലൂഡിങ് ദീസ് അലൈഡ് പവേഴ്സ് were England, France and China. ലേറ്റർ അതിന് ശേഷം പിന്നീട് എന്താ ഉണ്ടാകുന്നത്? അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ഓൾസോ ജോയിൻ ടു ദി ആന്റി ഫാസിസ്റ്റ് അലയൻസ്, ദാറ്റ് ഇസ് അലൈഡ് പവേഴ്സ്. ആന്റി ഫാസിസ്റ്റ് അലയൻസ് ഏതാ? ജർമ്മനിയും ഇറ്റലിയും ഉള്ളതാണ് ഫാസിസ്റ്റ്, ദാറ്റ് ഇസ് ആക്സിസ് പവേഴ്സ് അല്ലേ. ആക്സിസ് പവേഴ്സ് ആണ് ഇത് ഈ പറയുന്ന ഫാസിസ്റ്റ് അലയൻസ് അല്ലേ. ഏതാ? ഇറ്റലിയും ജർമ്മനിയും ഒക്കെയുള്ള അലയൻസ് ആക്സിസ് പവേഴ്സ്. അതിനെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിൻ്റെ ഒപ്പം ആരും കൂടി ജോയിൻ ചെയ്തു? USSRും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഈ പറയുന്ന അലൈഡ് പവേഴ്സിൻ്റെ ഒപ്പം ചേർന്നു. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ടു സ്റ്റാൾ ദി അറ്റാക്ക് ഓഫ് ദി ആക്സിസ് പവേഴ്സ്. ലീഗ് ഓഫ് നേഷൻസ് വാട്ട് ഇസ് ലീഗ് ഓഫ് നേഷൻസ് ഇസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ which was formed for what? To maintain peace in the world after First World War അല്ലേ. ലീഗ് ഓഫ് നേഷൻസ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വാസ് കോൾഡ് ലീഗ് ഓഫ് നേഷൻസ്. ആ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫെയിൽഡ് ടു സ്റ്റാൾ ദി അറ്റാക്ക് ഓഫ് ദി ആക്സിസ് പവേഴ്സ്.
ആക്സിസ് പവേഴ്സിൻ്റെ അറ്റാക്കുകൾ മറ്റു രാജ്യങ്ങളുടെ മുകളിലുള്ള കടന്നാക്രമണം ഇല്ലാതാക്കാൻ ഈ ലീഗ് ഓഫ് നേഷൻസിന് സാധിക്കാതെ പോയി. വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നാഷൻസ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെന്റ് ദി അറ്റാക്ക്. അവരാണ് മറ്റു മറുകക്ഷിയിൽ ഉണ്ടായിരുന്നത് അല്ലേ, അലൈഡ് പവേഴ്സിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ഒക്കെയാണ്. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ആക്സിസ് പവേഴ്സിൻ്റെ ആക്രമണങ്ങളെ അതിന് ചെറുത്തില്ല, അല്ലെങ്കിൽ അതിനെ നേരിട്ടില്ല. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെന്റ് അറ്റാക്ക്. അതിനൊരു റീസൺ ഉണ്ട്. എന്നാ റീസൺ? അവർ ക്യാപിറ്റലിസ്റ്റ് കൺട്രികളാണ്, ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ. അവരോടൊപ്പം ചേർന്ന USSR ആണെങ്കിലോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രാജ്യമാണ് അല്ലേ. അതൊക്കെ നമ്മൾ പിന്നെ when we are discussing about the revolutions that influenced world പറഞ്ഞിരുന്നു അല്ലേ. റഷ്യൻ റവല്യൂഷൻ, ആഫ്റ്റർ റഷ്യൻ റവല്യൂഷൻ റഷ്യ ബിക്കം USSR എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഈ സോവിയറ്റ് യൂണിയനായ കഥയൊക്കെ നമുക്കറിയാം, ഈ പറയുന്ന സോഷ്യലിസ്റ്റ് രാജ്യമായത്. ആൻഡ് ദേ കൺസിഡേർഡ് സോവിയറ്റ് യൂണിയൻ ആസ് ബീയിങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദർ ചീഫ് എനിമി. അവർ കണക്കാക്കിയത് എന്താ? ആ സോവിയറ്റ് യൂണിയൻ ജസ്റ്റ് എ സോഷ്യലിസ്റ്റ് കൺട്രി. സോവിയറ്റ് യൂണിയൻ ഇസ് ദി chief enemy of this capitalist country. This Britain and France considered. അതാണ് അവിടെ സംഭവിക്കുന്നത്. ബ്രിട്ടനും ഫ്രാൻസും കൺസിഡർ ചെയ്യുന്നതാണ് സോവിയറ്റ് യൂണിയനാണ് തങ്ങളുടെ മുഖ്യ എതിരാളി. അതുകൊണ്ട് ഈ ആക്സിസ് പവേഴ്സിൻ്റെ ആക്രമണങ്ങളൊന്നും തൽക്കാലം തടയേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് സോവിയറ്റ് യൂണിയനാണ് തങ്ങളുടെ മുഖ്യ എതിരാളി എന്നവർ കൺസിഡർ ചെയ്യും. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക് ഈസ് നോൺ ആസ് ദി പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഒരു പ്രീണന നയം എന്നാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഏത് പോളിസി? ഈ ഫ്രാൻസ് ആൻഡ് Britain considered that Soviet Union is the chief enemy of chief enemy. മനസ്സിലായി? മുഖ്യ ശത്രു ഈ പറയുന്ന അലൈഡ് പവേഴ്സിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആണെന്നാണ് അവർ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിരുന്നില്ല, ഈ പറയുന്ന അറ്റാക്ക് ഓഫ് ദി ആക്സിസ് പവേഴ്സ് എന്ത് ചെയ്തിരുന്നില്ല, അതിനെ തടഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെ അത്ര കാര്യമാക്കി എടുത്തില്ല. ഈ പോളിസി ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് എന്തായി, അവരുടെ ആക്രമണത്തിന് കൂടുതൽ ശക്തി കിട്ടി അല്ലേ. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്ക് ഈസ് നോൺ ആസ് ദി policy of appeasement. And on the 1st September 1939 Germany attacked Poland. And this prompted the allied nations to declare war against Germany and ultimately resulted in the outbreak of the Second World War. അങ്ങനെ അവർക്കൊരു ചാൻസ് കിട്ടുന്നു ഈ ആക്സിസ് പവേഴ്സിന് ഇങ്ങനെ രാജ്യങ്ങളൊക്കെ കീഴടക്കാനുള്ള അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള. അലൈഡ് പവേഴ്സിലെ ശക്തികൾക്ക് കാര്യമായ എതിർപ്പും ഉണ്ടാകുന്നില്ല, അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ട് ആക്രമണം തുടങ്ങുന്നത് ഓൺ 1st September 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ആ സമയത്ത് ദിസ് പ്രോംപ്റ്റഡ് ദി അലൈഡ് നാഷൻസ് ടു ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ്. ഇത് ഈ അലൈഡ് പവേഴ്സിനെ ചൊടിപ്പിച്ചു. ഈ അലൈഡ് പവേഴ്സ് ഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് ജർമ്മനി ആൻഡ് this is the outbreak of the second world war. And what was the effects of second world war? The entry of Soviet Union and America changed the complexion of Second World War. Italy and Germany could not withstand the attack and surrendered immediately. ഈ ഇവരുടെ കടന്നുവരവ് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഈ യുദ്ധത്തിലേക്കുള്ള കാൽവെപ്പ് ഓട് കൂടിയിട്ട് ആക്സിസ് പവേഴ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. ആക്സിസ് പവേഴ്സ് മെയിൻലി ഇറ്റലിക്കും ജർമ്മനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. മുസോളിനി വാസ് കിൽഡ് ബൈ ദി ലോക്കൽ പാർട്ടീസ്. മുസോളിനി എന്തായി മാറി? മുസോളിനിയെ നാട്ടുകാരാൽ കൊല്ലപ്പെട്ടു. ഈ ലോക്കൽ പാർട്ടിസാൻസ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരായിട്ടുള്ള സാധാരണക്കാരായ ആളുകളാൽ മുസോളിനി വാസ് കിൽഡ്. ആൻഡ് ഹിറ്റ്ലർ കമ്മിറ്റഡ് ടു സൂയിസൈഡ്. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ദി സോവിയറ്റ് ആർമി മൂവ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസ് സൈബീരിയ. അങ്ങനെ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ സോവിയറ്റ് ആർമി മൂവ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ട്രാൻസൈബീരിയ കൂടെ അല്ലെങ്കിൽ ട്രാൻസൈബീരിയ വഴി സോവിയറ്റ് ആർമി ജപ്പാൻ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങി. ആ സമയത്താണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ബട്ട് ബിഫോർ കുഡ് റീച്ച് ജപ്പാൻ, ബട്ട്
this army, but before this army could reach ജപ്പാനിൽ എത്തുന്നതിന് ഈ സോവിയറ്റിൻ്റെ ആർമി ജപ്പാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? The United States of America dropped 2 atom bombs in Japan. Little boy in Hiroshima on 6th August 1945 and Fat Man in Nagasaki on 9th August in Nagasaki. And soon വലിയ താമസമില്ലാതെ എന്തായി? ഈ ജപ്പാൻ ഓൾസോ സറണ്ടർഡ്. ഇൻ ഷോർട്ട്, ഈ ആക്സിസ് പവേഴ്സ് അവിടെയും ഒരു പരാജയത്തിലേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത് ഇൻ ദിസ് സെക്കൻഡ് വേൾഡ് വാർ. ഏതോട് കൂടിയിട്ട് ഈ ബോംബിങ് ഈ ഹ്യൂജ് ബോംബിങ് ബൈ USA ഇൻ ജപ്പാൻ അല്ലേ? നമുക്ക് August 6, 1945 ആദ്യ ബോംബ് വർഷവും August 9 അത് ഹിരോഷിമയിലാണെങ്കിൽ August 9 നാഗസാക്കിയിലും ഒരു ആറ്റം ബോംബ് വർഷിച്ചു. August 9 നാഗസാക്കിയിൽ വർഷിപ്പിച്ച ആറ്റം ബോംബായിരുന്നു ഈ പറഞ്ഞ ഫാറ്റ് മാൻ. August 6 ഹിരോഷിമയിലുള്ളതായിരുന്നു ഈ പറയുന്ന ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന 2 ആറ്റം ബോംബുകൾ അല്ലേ? നമ്മൾ പിന്നെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഡേകളായി August 6 ഹിരോഷിമ ഡേയും August 9 ഈ പറയുന്ന നാഗസാക്കി ഡേയും ഒക്കെ നമ്മൾ ആചരിക്കാറുണ്ട് അല്ലേ? അങ്ങനെയാണ് 1945 ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നത്. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ലൈക്ക് ദി ഫസ്റ്റ് വേൾഡ് വാർ, ദിസ് സെക്കൻഡ് വേൾഡ് വാർ ഓൾസോ its own aftermath or its own impacts. Like the first world war, or 10 million people died in this war, in this second world war. 10 ദശലക്ഷം ആൾക്കാരും ഈ യുദ്ധത്തിൽ lost their life. And economic system of European countries was also again destroyed. European countries in the economic system പാടെ തകർന്നു പോയി. യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ദി വേൾഡ് ഡിമിനിഷ്ഡ് അല്ലേ? ലോകത്തിൽ യൂറോപ്യന്മാർക്കുണ്ടായിരുന്ന ആ ഒരു ഡോമിനൻസ്, ആധിപത്യം അവസാനിച്ചു. ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇന്റൻസിഫൈഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ, ഫ്രീഡം മൂവ്മെൻറ്റ്സ് അതിന് കൂടുതൽ ശക്തിയാർജിച്ചു ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികൾ. അവിടെ ആരുടെ ശക്തി നഷ്ടപ്പെട്ടു? യൂറോപ്യൻ നാഷൻസ് ലോസ്റ്റ് ദെയർ പവർ, ലോസ്റ്റ് ദെയർ ഇക്കണോമിക് ഡോമിനൻസ് in the world, while on the other hand America and the Soviet Union became the world powers, global powers, and enabled to preserve and maintain world peace. United Nations organizations or UNO was formed. We know that after First World War, an international organization was formed to maintain the peace in the world, was League of Nations. On the other hand, after Second World War, to maintain peace in the world, a new organization was formed. That was United Nations Organizations or UNO, and which was formed on 24th October 1945. 24th October 1994 UN Day. Okay, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ October 24th 1945. An international organization was formed. That was the UNO, United Nations Organization. And what was the aim of United Nations Organization? To maintain peace in the world. And the headquarters of this United Nations organization was at New York in America. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗനൈസേഷൻ, and which was formed 24th October 1945. 1945 October 24th അത് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യം, the aim to maintain peace in the world. And some of the objectives of this United Nations organizations are to save the succeeding generations from the scourge of war, to protect international treaties and laws, and to foster social and economic development of countries. These were the main some of the objectives of the UNO.
ഒന്നാം ലോകമഹായുദ്ധത്തിൽ ലീഗ് ഓഫ് നാഷൻസ് വാസ് എ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ പീസ്. അതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നത് അല്ലേ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഫോം ചെയ്തതാണ് UN. ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓർ ദി സം ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ടു സേവ് ദി സക്സീഡിങ് ജനറേഷൻ ഫ്രം ദി സ്കോർജ് ഓഫ് വാർ അല്ലേ. യുദ്ധക്കെടുതിയിൽ നിന്ന് വരാൻ പോകുന്ന ജനറേഷനെ സംരക്ഷിക്കുക എന്നായിരുന്നു വൺ ഓഫ് ദി aim of this UN, and also to protect international treaties and laws അല്ലേ. അന്തർദേശീയ ട്രീറ്റികളും അതുപോലെ നിയമങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് ടു ഫോസ്റ്റർ സോഷ്യൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രീസ്, രാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക അല്ലേ, അത് ഉയർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ദി എയിം ഓഫ് ദി Second World War. Okay, I think you are clear with this portion. Let's conclude today's class. Okay, thank you.